കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായി ഞാൻ അക്യുപഞ്ചർ ചികിത്സ നടത്തി വരികയാണ്. യഥാർത്ഥത്തിൽ ആ കാലത്തൊക്കെ അക്യുപഞ്ചർ എന്ന പേര് പോലും അറിയാത്ത ഒരു സമൂഹമായിരുന്നു. ഇന്ന് അക്യുപഞ്ചർ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി കൃത്യമായ ധാരണയുണ്ട്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു സൂചി ഉപയോഗിച്ച് നൽകുന്ന ചികിത്സയാണ് അക്യുപഞ്ചർ എന്നുള്ളത്. ഇന്ന് കൂണുപോലെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അക്യുപഞ്ചർ ചികിത്സകർ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നു എന്ന ഒരു ആക്ഷേപം വലിയ തോതിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് മനസ്സിലാവേണ്ടത് അക്യുപഞ്ചർ ചികിത്സ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരുപാട് ചികിത്സാ രീതികൾ നിലവിലുണ്ടായിരുന്നു. മറ്റെല്ലാ ചികിത്സാ രീതികൾക്കും ഉണ്ടായിട്ടുള്ള പോരായ്മ പരിഹരിക്കാൻ വേണ്ടി ഉടലെടുത്ത ചികിത്സയായി അക്യുപഞ്ചർ എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം നിലവിലുള്ള ചികിത്സകൾ പ്രമേഹമായാലും പ്രഷറായാലും മറ്റ് രോഗങ്ങൾക്കൊന്നും തന്നെ പരിപൂർണമായ രോഗശമനമില്ല എന്നാണ് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അക്യുപഞ്ചറിൽ പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ പരിപൂർണമായി മാറുന്നുണ്ട്. എൻ്റെ പിതാവ് ഒരുപാട് കാലം പ്രമേഹത്തിന് മരുന്ന് കഴിച്ച ഒരു രോഗിയായിരുന്നു. എന്നാൽ അക്യുപഞ്ചർ ചികിത്സ ചെയ്ത് ആ പ്രമേഹത്തിൻ്റെ മരുന്ന് ഒഴിവാക്കി ഇന്ന് സ്ഥിരമായി മധുരം കഴിച്ചുകൊണ്ട്, ഈത്തപ്പഴം കഴിച്ചുകൊണ്ട്, ചക്കയും മാങ്ങയും കഴിച്ചുകൊണ്ട്, തേൻ കഴിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രമേഹ രോഗി മധുരം കഴിക്കരുതെന്നും ചക്കയും മാങ്ങയും കഴിക്കരുതെന്നും ഇഷ്ടമുള്ള ആഹാരം ത്യജിക്കണമെന്നുമൊക്കെ പ്രചരിപ്പിക്കുന്ന മറ്റു ചികിത്സകൾ നിലനിൽക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഭക്ഷണം, അത് ഇഷ്ടമുള്ളത് കഴിക്കാനുള്ള സൗകര്യം, സ്വാതന്ത്ര്യം അക്യുപഞ്ചറിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം അക്യുപഞ്ചറിൽ കാര്യമായി പഥ്യങ്ങളൊന്നും ഇന്നില്ല. അങ്ങനെയല്ല. അക്യുപഞ്ചറിൽ കൃത്യമായ നിയമങ്ങളുണ്ട്. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ദാഹിക്കുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ, രാത്രി നേരത്തെ കിടന്നുറങ്ങണം, രാവിലെ നേരത്തെ കുളിക്കണം. ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം വളരെ കൃത്യമായി പാലിക്കപ്പെടൽ ആവശ്യമാണ്. അതേപോലെ തന്നെ പ്രധാനമായി നമ്മൾ കാണുന്ന വലിയൊരു ആരോപണം തന്നെയാണ് അക്യുപഞ്ചർ ചികിത്സകർ മറ്റെല്ലാ ചികിത്സകർ നൽകുന്ന മരുന്നുകൾ നിർത്തിവെച്ച് ചികിത്സ നൽകണമെന്ന് പറയുന്നത്. പ്രഥമ ദൃഷ്ടിയ നമുക്കങ്ങനെ തോന്നും. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് അക്യുപഞ്ചർ ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന് ചികിത്സ നൽകുമ്പോൾ മറ്റ് ചികിത്സാ സിസ്റ്റങ്ങളുടെ നിയമങ്ങൾ അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. പ്രധാനമായി അവർ നൽകുന്ന മരുന്നുകളോ ലാബ് ടെസ്റ്റുകളോ മറ്റു രീതിയിലുള്ള പഥ്യങ്ങളോ മറ്റ് ഒരു കാര്യങ്ങളും മറ്റ് ചികിത്സകർ നൽകുന്നതിനെ പിൻപറ്റേണ്ട ആവശ്യം അക്യുപഞ്ചറിനില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം രോഗമുള്ള ഒരു രോഗിയെ സംബന്ധിച്ചോ മരുന്ന് മരണം വരെ കഴിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട മരുന്നാണെങ്കിൽ പോലും ആ മരുന്ന് കഴിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുമില്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വലിയൊരു വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 5 കൊല്ലം 8 കൊല്ലമൊക്കെ പഠിച്ച അലോപ്പതി ഡോക്ടർമാരെക്കാൾ കേമന്മാരായിക്കൊണ്ട് വെറും 1 കൊല്ലം മാത്രം പഠിച്ച അക്യുപഞ്ചറിസ്റ്റുകൾ ചികിത്സിക്കുന്നു എന്നുള്ളത് വലിയ കുറ്റകരമായി പറയപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ടല്ലേ. നാം മനസ്സിലാക്കേണ്ടത് ഓരോ ചികിത്സയും പഠിക്കാൻ ആ ചികിത്സാ പഠനം അതിൻ്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആളുകൾ അതിന് കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. 5 കൊല്ലം ആയുർവേദ ചികിത്സ പഠിക്കാൻ കാലാവധി ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ കാലാവധി നിശ്ചയിക്കപ്പെട്ട മറ്റ് അലോപ്പതി ചികിത്സകളുണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷന് വീണ്ടും കുറേ പഠനങ്ങൾ ആവശ്യമുണ്ടെന്ന് മറ്റ് ചികിത്സാ ശാസ്ത്രങ്ങൾ പറയുമ്പോൾ അക്യുപഞ്ചർ പഠിക്കാൻ 1 വർഷം മതി എന്നുള്ളത് അക്യുപഞ്ചറിൻ്റെ ഒരു മേന്മ തന്നെയാണ്. ഒരു ലളിതമായ ചികിത്സയാണ് അക്യുപഞ്ചർ. എന്നാൽ മറ്റ് ചികിത്സകൾ ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത, മാറാൻ സാധ്യതയില്ലാത്ത രോഗം അക്യുപഞ്ചറിൽ പരിപൂർണമായി മാറുന്നു എന്നുള്ളത് അക്യുപഞ്ചറിൻ്റെ വലിയൊരു സ്വീകാര്യത തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. നാം മറ്റ് സിസ്റ്റങ്ങളെ വിലയിരുത്തുമ്പോൾ ഓരോ അലോപ്പതി ചികിത്സകരും ആയുർവേദം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടർമാരെയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോമിയോ ഡോക്ടർമാരെയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള യുനാനി ഡോക്ടർമാരെയോ അവരുടെ ചികിത്സകളോ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഓരോ ചികിത്സകൾക്കും വ്യത്യസ്തമായ ചികിത്സാ സമീപനങ്ങളുള്ളത് കൊണ്ട് തന്നെ ഓരോ ചികിത്സാലികളും അവർ രോഗികൾക്ക് മരുന്നുകൾ നൽകുമ്പോൾ, പഥ്യം നൽകുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു സിസ്റ്റം ഒരിക്കലും മറ്റു സിസ്റ്റത്തിനെ അംഗീകരിക്കുന്നുമില്ല. കാരണം രോഗനിർണയങ്ങളിലും രോഗകാരണങ്ങളെ കണ്ടെത്തുന്നതിലുമുള്ള വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളുമാണിത്. ഇതേപോലെ അക്യുപഞ്ചറിനും അക്യുപഞ്ചറിൻ്റെതായ രീതിയും വ്യത്യാസങ്ങളുമുണ്ട്. ഇനിയൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാം. നിർഭാഗ്യവശാൽ അക്യുപഞ്ചർ ചികിത്സാ പഠനം ഒരു ബിസിനസ്സായി മാറിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ ബിസിനസ്സായി മാറിയതിൻ്റെ ഒരു ദൂഷ്യഫലം എന്നോണം പലരും അക്യുപഞ്ചർ കൃത്യമായി പഠിക്കാതെ അക്യുപഞ്ചർ പഠിച്ചിരിക്കുന്നു എന്ന് സ്വയം അവകാശം പറയുകയും എന്നാൽ ഏത് രോഗിയെ ചികിത്സിക്കുമ്പോഴും പലപ്പോഴും പലരോടും അഭിപ്രായം ചോദിച്ച് ചികിത്സ നൽകേണ്ട ഗതികേടും ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ചികിത്സകൻ പരിപൂർണമായ ചികിത്സ പഠിച്ചതിന് ശേഷം ആ ചികിത്സകനെ സമീപിക്കുന്ന വീണ്ടും സമീപിക്കുന്ന രോഗികളെ ചികിത്സിക്കാൻ വേറെ ഒരു ചികിത്സകന്റെ അഭിപ്രായം ആവശ്യം എപ്പോഴാണ് വരുന്നത്?
പഠനം കൃത്യമായി പൂർത്തിയാകാത്തത് കൊണ്ടാണ്. ഇങ്ങനെ കൃത്യമായി പഠനം പൂർത്തിയാകാത്ത അക്യുപഞ്ചറിസ്റ്റുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള ദുഃഖസത്യം തന്നെയാണ്. കഴിവുള്ള ഒരു അക്യുപഞ്ചർ ചികിത്സകനെ സംബന്ധിച്ച് മരുന്നുകൾ ആവശ്യമില്ല. അക്യുപഞ്ചർ ചികിത്സയുടെ നിയമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ചികിത്സ നൽകുകയാണെങ്കിൽ മറ്റെല്ലാ ചികിത്സാ ശാസ്ത്രങ്ങളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങനെ നൽകുമ്പോൾ മറ്റ് ചികിത്സകളെ ഒഴിവാക്കി സമൂഹം അക്യുപങ്ക്ചറിനെ തേടി വരുന്നുണ്ട്. ഇത് അക്യുപങ്ക്ചറിന്റെ മേന്മയാണ്. അതുമാത്രമല്ല, സമൂഹം നിരീക്ഷിക്കുന്നുണ്ട്. ഒരു രോഗിക്ക് മരണം വരെ മരുന്ന് കഴിക്കുന്നതിനേക്കാളും മരുന്ന് നിർത്തി ചികിത്സിക്കാനുള്ള സാഹചര്യം, ഇഷ്ടമുള്ള ഭക്ഷണം ത്യജിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാളും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗകര്യം, ഇതെല്ലാം അക്യുപങ്ക്ചറിൽ ഉള്ളത് കൊണ്ട് മറ്റ് ചികിത്സകളെക്കാൾ കൂടുതൽ അക്യുപങ്ക്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്നുന്നുണ്ടെങ്കിൽ അതിന് മറ്റു ചികിത്സയുടെ പോരായ്മയാണോ അക്യുപങ്ക്ചറിന്റെ മേന്മയാണോ എന്ന് തിരിച്ചറിയുകയും നല്ലതിന് സ്വീകരിക്കാനുള്ള സാഹചര്യവും സൗകര്യവും സമൂഹത്തിന് ഒരുക്കി കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു.